ഈ ശിക്ഷാവിധിയിൽ ഞങ്ങൾക്ക് രണ്ട് കാര്യത്തിലാണ് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒന്ന്, 10 പ്രതികളെ വെറുതെ വിട്ടു. രണ്ടാമത്തത്, ഇവിടെ ഇരട്ട ജീവപര്യന്തം കൊടുത്ത 10ഓളം പ്രതികൾക്ക് ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംരക്ഷണ വലയും ഭേദിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള വാദമാണ് വക്കീൽമാർ കോടതിയിൽ നടത്തിയത്. അതിൻ്റെ ഒരു ഗുണമാണ് ഈ വിധിയെങ്കിലും വരാനിടയാക്കിയത്. ഏതായാലും കുടുംബത്തിൻ്റെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും MP ഉൾപ്പെടെയുള്ളവർ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. ഏതായാലും കുടുംബത്തിൻ്റെ വികാരങ്ങളോടൊപ്പം പാർട്ടി ഉണ്ടാവും. ഇനിയൊരു നിയമ പോരാട്ടം ആവശ്യം വരുമോ? തീർച്ചയായിട്ടും കുടുംബത്തിന് ഇനിയൊരു നിയമ പോരാട്ടം, കാരണം അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇരട്ട ജീവപര്യന്തമല്ല, ഞങ്ങൾ വധശിക്ഷയാണ് ആഗ്രഹിച്ചതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഞങ്ങൾ അടുത്ത എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ നിലപാടിനോടൊപ്പം പാർട്ടി നിൽക്കും. എല്ലാ നിയമപരമായിട്ടുള്ള സഹായവും പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഈ തുടക്കം മുതൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടന്നു എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കം മുതൽ എന്തെല്ലാം രീതിയിൽ കേസ് വഹിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല, ബന്ധപ്പെട്ട ഫയൽ പോലും CBIക്ക് കൈമാറുന്നതിൽ ഒരുപാട് ഡിലേ വരുത്തി. CPMൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തിയത്. ഇവിടെ ഞാൻ പറയുന്നത് മുൻ MLA ശ്രീ കുഞ്ഞിരാമനും 5 വർഷം കിട്ടിയത് ഒട്ടും പോരാ. കാരണം അദ്ദേഹമൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ നേതൃത്വം കൊടുത്ത ആൾക്കാർക്ക് ഏതാണ്ട് കുറ്റം ചെയ്തവരുടെ പോലെ തന്നെ അവരും കുറ്റക്കാരാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പാർട്ടി ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. ഈ സർക്കാരിൻ്റെ സംരക്ഷണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നുള്ള ആക്ഷേപം ഇടയ്ക്കൊക്കെ ഉയർന്നിരുന്നു. അങ്ങനെ അല്ല, അതിനെന്താ സംശയം? എന്താ, കൊടിസുനിക്ക് പോലും പരോൾ കൊടുത്തില്ലേ മുഖ്യമന്ത്രി? അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ കാണുന്നത്. ഏതായാലും ഈ ശിക്ഷാവിധി കുറച്ച് ആശ്വാസം നൽകുന്നു, പക്ഷേ പൂർണ്ണ തൃപ്തി പാർട്ടിക്കില്ല. തുടർ നടപടികൾ പാർട്ടി സ്വീകരിക്കും.